പുതിയ കാലചക്രമോ എന്ന് ചോദിക്കുമ്പോൾ പുതിയ കാലചക്രത്തിൻ്റെ സമാരംഭമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് ഈ 2024 ജനുവരി 22-ൻ്റെ ഒരു പ്രത്യേകത? 1000 വർഷങ്ങൾക്കപ്പുറം ഈ ദിവസം അടയാളപ്പെടുത്തുക രാമരാജ്യത്തിന് തറക്കല്ലിട്ട ദിവസം എന്നാണ്. നോക്കൂ, 1000 വർഷങ്ങൾക്കപ്പുറം ഈ രാജ്യം എന്തായിത്തീരണമെന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി കൃത്യമായി നൽകുന്ന ഒരു സൂചനയാണത്. അപ്പോൾ ആ കാലചക്രം മുന്നോട്ടുരുളുമ്പോൾ അത് സുജയ പറയുന്ന ശുഭകരമായൊരു ഭാവിയിലേക്കാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിപ്പോൾ നോക്കൂ, എങ്ങനെയാണ് BJP അതിൻ്റെ രാമരാജ്യ സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത് ഇന്ത്യയുടെ മതേതര ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ചെങ്കോൽ സ്ഥാപിച്ചുകൊണ്ടാണ്. ചെങ്കോൽ ആരുടെ അധികാരത്തിൻ്റെ ചിഹ്നമാണ്? അപ്പം അവിടെ നിന്ന് തുടങ്ങുകയാണിത്. പിന്നീട് ഈ ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ ഭാരതം എന്ന സങ്കല്പം കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് പറയാം, ഭരണഘടനയിൽ ഇന്ത്യ ഭാരത് എന്ന് രണ്ടും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആധുനിക ഇന്ത്യ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഇന്ത്യ എന്ന് പറയുന്നത് ഒട്ടേറെ എല്ലാ വിഭാഗങ്ങളും എല്ലാ മതസ്ഥരും രക്തസാക്ഷികളായിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയുടെ സെക്കുലറായ പാർലമെൻറ്റിൽ കൊണ്ടുപോയി ചെങ്കോൽ സ്ഥാപിക്കുന്നിടത്തുനിന്ന് ആരംഭിക്കുകയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ഏക സിവിൽ കോഡ് നടപ്പാക്കും. എന്താണ് ഏക സിവിൽ കോഡ്? ഭൂരിപക്ഷ മതം പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ നിയമങ്ങൾ മറ്റെല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥമാകുന്ന ഒരു വ്യവസ്ഥിതിയുടെ നിർമ്മാണത്തെയാണ് ഏക സിവിൽ കോഡ് എന്ന് നമ്മൾ പറയുന്നത്. അത് സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ പുസ്തകങ്ങൾ നോക്കിക്കേ, NCERTയുടെ പുതിയ സിലബസ് പറയാൻ മുഗളന്മാരൊന്നുമില്ല. ഇനിയിപ്പോൾ വരുന്ന ഒരു 100 വർഷത്തിനപ്പുറം നമ്മൾ പഠിക്കാൻ പോകുന്ന ചരിത്രത്തിൽ ഈ പറയുന്ന മുഗളന്മാരുടെ എക്സിസ്റ്റ് ചെയ്യത്തേയില്ല. ഇങ്ങനെയാണ് ചരിത്രം നിർമ്മിച്ചെടുക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ? ഭരണഘടന മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുമെന്നും അതിൽ കൂറും വിശ്വാസവും പുലർത്തുമെന്നും പറഞ്ഞുകൊണ്ട് സത്യവാചകം ചൊല്ലിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേൽക്കുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത്? അത് സെക്കുലറാണ്, അത് സോഷ്യലിസ്റ്റാണ്, അത് ഡെമോക്രാറ്റിക്കാണ്. അങ്ങനെയൊരു റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്ന ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പം. ഇവിടെ സെക്കുലർ എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനമല്ലേ? മതേതരമായൊരു രാജ്യമാണത്. അപ്പം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കും എന്ന് പറയുന്ന അയാളൊരു മതവിശ്വാസിയായിരിക്കാം, ഒരു ദൈവവിശ്വാസിയായിരിക്കാം. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അയാൾക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമാകാനുള്ള അവകാശമില്ല. അദ്ദേഹം പോയിട്ട് ഇനി അയാൾ എന്ന് പറയുന്നത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവണ്ട, അതൊരു ബഹുമാനക്കുറവിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ട് ഒരു മതത്തിൻ്റെ ആരാധനമൂർത്തിയുടെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ ലംഘനമാണ്, അത് ഭരണഘടനയെ പരിഹസിക്കലാണ്. അതിനൊരു വേഷപ്രച്ഛന്നത ഇന്ന് സൃഷ്ടിച്ചു. അതെന്താണ്? മുഖ്യ യജമാനനാവുക. മുഖ്യ യജമാനനായി കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഈശ്വരവിശ്വാസിയാണ്. ആ ഈശ്വരവിശ്വാസിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് ആ ചടങ്ങിലെ മുഖ്യ കാർമ്മികനായി അദ്ദേഹം പ്രച്ഛന്ന വേഷധാരിയാകുന്നു. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ആ മുഖ്യ യജമാനായിട്ട് ആ കർമ്മത്തിൽ പങ്കെടുക്കുന്നു. അവിടെ RSSൻ്റെ മേധാവി നടത്തിയൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇവിടെ രാമൻ്റെ പ്രതിഷ്ഠയല്ല ഞങ്ങൾ നടത്തിയിരിക്കുന്നത്, മറിച്ച് ഹിന്ദു സംസ്കാരത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു വിഭാഗത്തിൻ്റെ സംസ്കാരത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പ്രതിഷ്ഠയാണ്, ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷ്ഠയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഏകപക്ഷീയമായ ഒരു വിശ്വാസത്തെ ഭൂരിപക്ഷത്തിൻ്റെയും, അതായത് വിവിധ ജനവിഭാഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മുകളിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുന്നൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. അതിൻ്റെ ഒരു തുടർച്ചയിൽ ഇന്നും നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത് 1000 വർഷങ്ങൾക്കപ്പുറം ഇന്ത്യ ഇനി അറിയപ്പെടാൻ പോകുന്നത് രാമരാജ്യമാണ്. ആ രാമരാജ്യത്തിൻ്റെ സ്ഥാപകനാരാണ്? ആ രാമരാജ്യത്തിന് തറക്കല്ലിട്ടതാരാണ്? ചരിത്രത്തിൽ നരേന്ദ്രമോദിയെ അടയാളപ്പെടുത്താൻ പോകുന്ന അങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ഈ പറഞ്ഞ മോഹൻ ഭാഗവത് പറയുന്നുണ്ട്, അദ്ദേഹം തപസ്വിയാണ് എന്ന് പറയുന്നു. യോഗി ആദിത്യനാഥ് നേരിട്ട് തന്നെ പറയും അങ്ങനെയുണ്ട്, രാമരാജ്യം. അതെ. എന്നിട്ട് തപസ്വിയാണ് എന്ന് പറയുന്നു. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കൂടി മോഹൻ ഭാഗവത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് രാമൻ എന്ന് പറയുന്ന ദൈവത്തെ ഈ പുനഃസ്ഥാപിച്ചിരിക്കുന്നു നരേന്ദ്രമോദി. ഇനി നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്തം? രാമരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആ ഉത്തരവാദിത്തം. രാമരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ 2024 നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്തോളൂ. വോട്ട് ചെയ്ത് വീണ്ടും BJP അധികാരത്തിൽ കൊണ്ടുവരിക. ആ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കും. സ്ഥാപിച്ചതുപോലെ UCC, കാശിയും മധുരയും ഒക്കെ നമ്മൾ പിടിച്ചിറക്കും. നോക്കൂ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാവോ? ഈ ത്രേതായുഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്
യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഇതാ ഇപ്പോൾ ത്രേതായുഗത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ത്രേതായുഗം എന്ന് പറയുന്നത് ഏറ്റവും നന്മയുടെ ഒരു യുഗമായിട്ടാണ് ചരിത്രത്തിൽ അല്ലെങ്കിൽ പൗരാണിക വിശ്വാസങ്ങളിലുള്ളത്. ഇതിനെ ശാസ്ത്രീയമായി വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ വിലയിരുത്തിയിട്ടുള്ളപ്പോൾ മനുഷ്യവർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിലായുഗത്തിനും മുമ്പോ ശിലായുഗത്തിന് അടുത്തോ ആണ് ഈ ത്രേതായുഗം എന്ന് പറയുന്നത്. ആ ശിലായുഗത്തിലെ മനുഷ്യരെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? അപരിഷ്കൃതരായ മനുഷ്യർ എന്നാണ്. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗം, പിന്നെ ചെമ്പ് യുഗം, പിന്നെ അങ്ങനെ വികസിച്ചാണ് ആധുനിക മനുഷ്യരുണ്ടായിരിക്കുന്നത്. നമ്മൾ ഒറ്റയടിക്ക് ശിലായുഗത്തിനു മുമ്പുള്ള ത്രേതായുഗത്തിൽ എത്തുകയും അങ്ങനെ അപരിഷ്കൃതമായ ഒരു സമൂഹമായി മാറിത്തീരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് Meet the editors.